ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടും എല്ലാവരും പ്രിഫർ ചെയ്യാൻ പറയുന്ന ഒരു ഫുഡായിട്ടാണ് നേന്ത്രപ്പഴം കഴിക്കണം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് വാങ്ങി വെച്ചാലും 2 ദിവസം കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു ബ്ലാക്ക് കളറാവും. അപ്പോൾ ബ്ലാക്ക് കളറായിട്ടുള്ള നേന്ത്രപ്പഴം നമ്മൾ ഒന്നില്ലെങ്കിൽ പുഴുങ്ങും അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കും. ഇത് കൂടാതെ നമുക്ക് വേറെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഇതെന്ന് പറയുമ്പോൾ വലിയ രീതിക്ക് ആയിട്ടില്ല, എന്നാലും ഭയങ്കരമായിട്ടൊരു ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഞാനിവിടെ ഒരു 2-3 പഴം. അപ്പം നമ്മളിത് അധികം ഉണ്ടാക്കി വെക്കുന്നേക്കാളും നല്ലത് എപ്പോഴും നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അതനുസരിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമ്മൾ ചൂടാക്കി എടുത്ത് കഴിക്കണം. അതിനും നല്ലത് നമുക്ക് എപ്പോൾ വേണോ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 15 മിനിറ്റിന് താഴെ മതി. അപ്പം ഞാൻ പഴം ഇവിടെ കുക്കറിലിട്ടിട്ട് ഞാൻ വേവിക്കുന്നത്. അപ്പം ഞാൻ ഈ പഴം അടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം പിന്നെ പഴം ഒരു 2 പഴം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ പഴുത്ത പഴം എടുക്കുന്ന കാരണം നമുക്ക് അധികം നേരം ഇതെടുത്ത് വേവിക്കാനായിട്ട് വെക്കണ്ട. അപ്പോൾ പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ടൊരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ആഡ് ആക്കിയിട്ട് നട്ട്സ് നമ്മുടെ അടുത്ത് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ആക്കാം. ഞാനിവിടെ മുന്തിരി മാത്രം എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ പുഴുങ്ങിയ പഴം കൂടെ ആഡ് ആക്കിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ അതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ആ നെയ്യുടെ ഫ്ലേവർ ആ പഴത്തിലേക്ക് കിട്ടാനായിട്ടാണ് എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ കൂടെ ആഡ് ആക്കാം. ഓൾറെഡി പഴത്തിൽ മധുരമുണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ആക്കാം. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഇത് നമ്മുടെ ആ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവം, അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. നല്ല രീതിക്ക് നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി നമ്മുടെ കയ്യിലുള്ള സംഭവം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്.